ഗായ്സ്, അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് വീട്ടിനകത്തങ്ങ് ഇരിക്കാൻ വയ്യ, ഭയങ്കര കൊതുകിൻ്റെ ശല്യം. അതുകൊണ്ട് ഞാനും മോളും കൂടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക. പുറത്തിറങ്ങിയപ്പോഴും അതിനെ കാട്ടി കൊതുക്. ഇപ്പോൾ പുള്ളിക്കാരത്തെ കൊണ്ട് ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ ആൾ പാടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അല്ലാത്തപ്പോൾ ഭയങ്കര പാട്ടാണ്. ഒന്ന് പാടാൻ പറയുമ്പോൾ ഭയങ്കര ജാടയാണ്. എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം, പാടുമോ മുത്തേ? പാട്ട് പാടുമോ? എന്നാൽ നല്ലൊരു പാട്ട് പാടി കേൾപ്പിച്ചേ. കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ട് പാടിയാൽ മതി. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അവളെ കൊണ്ടാവുന്ന പോലെ അവൾ പാടും. കാഴ്ച പരിമിതിയുള്ള മോളാണ്. എല്ലാവരും കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പം മൊത്തൊരു പാട്ട് പാടുന്നതായിരിക്കും. പാടുമോ? അന്ന് പാടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാട്. ഏതെങ്കിലും പാട്. വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേരോ ഹീണമായി കിലും കിലും താളമായി കണ്ണി നിന്നെ കാണാൻ വന്നതാണോ? ഓരോ കടക്കൺകളായി കാണാം ബലമുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. ഓരോ കടക്കൺകളായി കാണാം ബലമുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. അപ്പോൾ കുഞ്ഞിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കാഴ്ച കുറവുള്ളൊരു മോളാണ്. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അടുത്ത മാസം കുഞ്ഞിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സഹകരണം വേണം, സപ്പോർട്ട് വേണം. പിന്നെന്താ മുത്തേ പറയാനുള്ളത്? മുത്തിനെന്തെങ്കിലും പറയണ്ടോ? ജസ്റ്റ് ഒരു ലൈക്ക്. ജസ്റ്റ് ഒരു ലൈക്ക്. കുഞ്ഞിനൊരു ലൈക്ക് കിട്ടിയാൽ മതി. ആൾ വളരെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്നോട് കുറച്ച് നേരം കൊണ്ടേ പറയാം, അമ്മ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ ഒരു കുഞ്ഞു കമൻറ്റ് ചെയ്യണം. മുറ്റത്ത് നിൽക്കാനൊക്കത്തില്ല, ഭയങ്കര കൊതുക്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അമ്മ ടിവിയുടെ മുമ്പിലായതുകൊണ്ട് അവിടെ ദേഷ്യം വരിക, സീരിയൽ കാണുക. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിങ്ങനെ നിൽക്കുക. പക്ഷേ കൊതുകിൻ്റെ ശല്യം കാരണം ഞാൻ അധികം നേരം ഇവിടെ നിൽക്കാനൊക്കത്തില്ല. കൊതുകെന്ന് പറഞ്ഞാൽ അമ്മാതിരി കൊതുകാണ്. പിന്നെ നല്ല ചൂടുമുണ്ട് പുറത്ത്. മഴ അങ്ങോട്ട് മാറിയപ്പോഴത്തേനും നല്ല ചൂടായിട്ടുണ്ട്. എല്ലാം സഹിച്ചെല്ലാം പറ്റും അല്ലേ? അപ്പം ശരി, ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.